അൻവർ വിഷയത്തിൽ അന്തിമ തീരുമാനം നാളെ എന്നുള്ളതാണ് ഇപ്പോൾ ആർ റോഷിപാൽ ബ്രേക്ക് ചെയ്യുന്ന വാർത്ത. UDF നേതൃയോഗം നാളെ നിലമ്പൂരിൽ ചേരും. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. PK കുഞ്ഞാലിക്കുട്ടി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. നാളെ വൈകിട്ടോടെ തീരുമാനമുണ്ടാകുന്നു. ആർ റോഷിപാൽ ഇനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് ലീഗിന്റെ നിലപാടാണ്. അത് VD സതീശനെ PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചു കഴിഞ്ഞു. നാളെ അറിയാൻ കഴിയുമോ അൻവർ ഇൻ ഓർ ഔട്ട് എന്ന്? സുജയ പാർവതി, നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും UDF നേതൃത്വത്തിന് താൽപര്യമില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉൾപ്പെടെ രൂക്ഷമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇനി ഒരു നേതൃത്വതല യോഗം വിളിക്കാനുള്ള തീരുമാനം ഇപ്പോൾ UDF നേതൃത്വം എടുത്തത്. ആ യോഗത്തിൽ വളരെ വിശദമായ ഒരു ചർച്ചകൾ നടക്കും. ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന ചർച്ച, ആ ചർച്ചയ്ക്ക് പിന്നാലെയാകും അന്തിമ തീരുമാനം അത് UDF പ്രഖ്യാപിക്കുക. ഏതായാലും ഇനി ചർച്ചകളില്ലെന്ന സൂചന PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിലുണ്ട്. കാരണം ഇനി PV അൻവറിനെ അങ്ങോട്ട് കണ്ടുള്ള ചർച്ചകൾ ഉണ്ടാകില്ലെന്ന സൂചനകളാണ് ഉള്ളത്. പക്ഷേ എന്നാൽ പോലും പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. വിശദമായി എല്ലാ നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം മാത്രമാകും തീരുമാനത്തിലേക്ക് UDF നേതൃത്വം എന്തായാലും കടക്കുക. ഇന്ന് അല്പസമയം മുമ്പാണ് നിലമ്പൂരിലെത്തി മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പുറത്തേക്കിറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ പ്രതികരണത്തിന് നമുക്ക് ശ്രമിക്കാം. PK കുഞ്ഞാലിക്കുട്ടിയെ കണ്ട ശേഷം VD സതീശൻ. ഞാൻ മിനിഞ്ഞാന്ന് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം ആ തീരുമാനം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പൊ UDFന്റെ അഭിപ്രായം അപ്പൊ പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. അത് പറയണ്ടേ? അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. ആ തീരുമാനം പറഞ്ഞാൽ അതെനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞതിൽ കുഴപ്പമില്ല. ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളല്ലേ, സ്വാഭാവികമായിട്ട് അത് പറയാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, അതൊന്നും അതിനെക്കുറിച്ച് നോ കമന്റ്സ്. എന്നെ ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ട് ഞാൻ നോ കമന്റ്സ്. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊന്നും അതിനെക്കുറിച്ച് പറയില്ല. അത് കുഞ്ഞാലി പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിലും ഓരോ കാര്യം, ഇത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ വിഷയം മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇടപെട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്. അപ്പൊ അങ്ങനെയൊന്നും ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞാൽ അതല്ലേ, അദ്ദേഹം UDFന്റെ പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ല. അദ്ദേഹം പറഞ്ഞല്ലോ, അത് തന്നെ. എനിക്കാ അല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പിൻവലിക്ക് വേണ്ട, അവിടെ കിടന്നോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ, അതല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് പാവോട്ടാ പറയണേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയണം. അതൊക്കെ അവിടെ കിടക്കട്ടെ. കറക്റ്റാണ്. അതെ. മിനിഞ്ഞാന്ന് പറഞ്ഞത് തന്നെ എന്നാണ് VD സതീശൻ ഇപ്പോൾ ആവർത്തിക്കുന്നത് നമ്മൾ കേട്ടത്. റോഷിപാൽ, അങ്ങനെ തന്നെയല്ലേ? സുജയ പാർവതി, നിലപാട് ഇതിൽ PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വളരെ സൗമ്യമായുള്ള ഒരു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് ഉണ്ടായത്. ഒരു പ്രകോപനവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംസാരം. കാരണം ഏതെങ്കിലും കാരണവശാൽ PV അൻവർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തുറന്ന സമീപനമാണ് UDFന് എന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഒരു ഭാഗത്ത് സജീവമാക്കിയിട്ടുണ്ട് PV അൻവർ, തൃണമൂൽ കോൺഗ്രസ്. ഏതായാലും ഈ കാര്യത്തിൽ
ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാനാണ് അങ്ങോട്ട് പോയത്. അല്പസമയം ഏതാണ്ട് 10-15 മിനിറ്റോളമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ച. പക്ഷേ അത് ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. ആ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് വി ഡി സതീശന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നത്. പക്ഷേ ഇതിൽ കെ സി വേണുഗോപാലൊക്കെ നൽകിയ ഒരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും ഒരുപക്ഷെ വളരെ സൗമ്യമായ പ്രതികരണമാണ്. ശ്രദ്ധിച്ചു കാണുമല്ലോ റോഷിപാൽ, സാധാരണഗതിയിൽ വി ഡി സതീശൻ അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ടുള്ള ഒരു വിമർശനം ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും അതിന് മറുപടി നൽകുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് അല്പസമയം മുൻപാണ് പി വി അൻവർ വി ഡി സതീശനെ പേരെടുത്ത് വിമർശിച്ചത്. എന്നാൽ അതിലും പ്രകോപിതനാകാതെ മൃദുവായി മറുപടി നൽകി പോകുന്ന വി ഡി സതീശനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലീഗിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് എന്താണ് എന്ന ഒരു ആശയവിനിമയം ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയിൽ നിലമ്പൂരിൽ നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമല്ലേ റോഷിപാൽ? സുജയ പാർവതി, അങ്ങനെ തന്നെയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി ആ കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് പി വി അൻവറിനെതിരെ ഇപ്പോൾ പി വി അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ എന്താണ് ലീഗിന്റെ നിലപാടെന്ന് കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു. അത് ഏതാണ്ട് 15 മിനിറ്റ് നേരം മാത്രമാണ് കൂടിക്കാഴ്ച നീണ്ടുനിന്നത്. ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തെത്തിയ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് നാളെ UDF നേതൃയോഗം, ആ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും പി വി അൻവറിന്റെ വിഷയത്തിലെന്നാണ്. അതിനുശേഷം തൊട്ടുപിന്നാലെയാണ് വി ഡി സതീശൻ പുറത്തേക്കിറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാകാം ഒരുപക്ഷെ അങ്ങനെ വളരെ സൗമ്യമായ രീതിയിൽ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു തരത്തിലും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തിരിച്ചും മറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. കാരണം പ്രകോപനം. ഒരു കാര്യം ഉറപ്പാണ്, നാളെ വൈകിട്ടോടെ തീരുമാനമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UDF കൊണ്ടുവരിക എന്നതല്ലാതെ മറ്റൊരു തീരുമാനം ഉണ്ടായാൽ അത് ആത്മഹത്യാപരമാണ് എന്ന ഒരു വിലയിരുത്തൽ ലീഗിനില്ലേ റോഷിപാൽ? സുജയപാർവതി, ആ കാര്യത്തിൽ സംശയവുമില്ല. കാരണം UDF പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ആദ്യം മുതൽ തന്നെ പി വി അൻവറിനെ ഒപ്പം നിർത്തണമെന്ന നിലപാടാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ പി വി അൻവറിനുള്ള ജനപിന്തുണ അത് UDF സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഗുണപ്രദമായി ഉപയോഗിക്കാൻ പറ്റും, UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി, ആ ചിന്തയാണ് UDF ഘടകകക്ഷിയായ ലീഗിനുള്ളത്. ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് പി വി അൻവറിനെ ഒപ്പം നിർത്തണമെന്ന ആവശ്യം നിരന്തരം ഉയർത്തുന്നത്. അങ്ങനെ ആ മുസ്ലിം ലീഗ് തന്നെ മുൻകൈയെടുത്ത് 2 വട്ടം ചർച്ച നടത്തിയതും ആ ഒരു കാരണത്താലാണ്. ഏതെങ്കിലും തരത്തിൽ പി വി അൻവർ പ്രത്യേകം മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, കൂടുതൽ വോട്ട് പി വി അൻവർ സമാഹരിച്ചാൽ അത് UDF വലിയ വെല്ലുവിളിയാകും, UDF തിരിച്ചടിയാകുമെന്ന ആശങ്ക മുസ്ലിം ലീഗിനുണ്ട്. ആ ഒരു ആശങ്കയാണ് നിരന്തരമായി അത് കോൺഗ്രസ് നേതാക്കളോട് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പങ്കുവയ്ക്കുന്നത്. മുൻകൈയെടുത്ത് 2 വട്ടം ലീഗ് നേതൃത്വം പി വി അൻവറുമായി ചർച്ച നടത്തിയതാണ്. പി വി അൻവറിനെ UDF ഉൾപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും മുസ്ലിം ലീഗിനുള്ളത്.